السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. മഹാനായ ഖുതുബുസ്സമാൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അഭിവന്ദരായ ഖലീഫമാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിച്ച് പല വിഷമങ്ങളൊക്കെ തരണം ചെയ്ത് ഈ വേദിയെ ഭംഗിയാക്കി തന്ന വിശിഷ്ടാതിഥികളെ പ്രത്യേകിച്ച് കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് പോലെയുള്ള, അതുപോലെ തന്നെ ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണിത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹബത്ത് വെക്കുന്ന ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മജ്ലിസാണ്. അപ്പോൾ ഈ മജ്ലിസിൽ നാം പങ്കെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഐഹികവും പാരത്രികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം കാണണം, നമ്മുടെ ഭാവി ജീവിതം ഭാസുരമായി കിട്ടണം, നമ്മുടെ ജീവിതവും മരണവും നന്നായി കിട്ടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന മഹത്തായ മാർഗം, അത് നമ്മുടെ സമസൃഷ്ടികളിലേക്ക് അതിൻ്റെ തനതായ രൂപം എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ വാക്താക്കളും പ്രയോക്താക്കളുമായി മാറണം. ഇതൊക്കെയാണ് ഈ മഹത്തായ പരിപാടി കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. അർഹമുർ-റാഹിമീന റബ്ബ് അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്നേഹിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് വേറെ ഒരു ദുരുദ്ദേശവും ഈ സ്നേഹത്തിൻ്റെ പിന്നിലുണ്ടാകാൻ പാടില്ല. നിഷ്കളങ്കമായ സ്നേഹമായിരിക്കും. നബിതങ്ങളെ സ്നേഹിച്ചത് നബിതങ്ങളായതിൻ്റെ പേരിൽ മാത്രം, അതല്ലാതെ നമുക്ക് മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കൊണ്ടാടുമ്പോൾ, മീലാദ് സമ്മേളനം നടത്തുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് കിട്ടുന്ന, അതിന് ലഭിക്കുന്ന മഹത്വങ്ങളെപ്പറ്റി, നേട്ടങ്ങളെപ്പറ്റി ഒരുപാട് ദീർഘമായി പ്രതിപാദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മദ്ഹ് പറയുന്നിടത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ അവന് ഈമാൻ കിട്ടും. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആളുകളെ സംഘടിപ്പിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള നേട്ടങ്ങളൊക്കെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, ഒരു വർഷത്തേക്ക്, അടുത്തൊരു കൊല്ലത്തേക്ക് എല്ലാ കാര്യങ്ങളും ഭദ്രമാണ്, എല്ലാ നിലക്കും സുരക്ഷയാണ് എന്നാണ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവൻ്റെ വീട്ടിൽ, ഈ മൗലിദോതുന്ന ആളുകളുടെ വീട്ടിൽ, മൗലിദോതുന്ന സ്ഥാപനത്തിൽ, മൗലിദോതുന്ന സമൂഹത്തിൽ സിഹറിൻ്റെ ബേജാറ് വേണ്ട, കണ്ണേറ് നമുക്ക് വലിക്കൂല, ആര് ലാനത്ത് ചെയ്താലും നമ്മളെ മേത്തേക്ക് വരില്ല, അതൊക്കെ റഹ്മത്തായിട്ട് തിരിച്ചിങ്ങനെ വരും. ഇതേപോലെ ഒരു നിലക്കുള്ള വിഷമം കൂടെ നമുക്കുണ്ടാവൂല. അവിടെ തീപിടുത്തമില്ല, അതുപോലെ തന്നെ മറ്റുള്ള ദാരിദ്ര്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളെ തൊട്ടും ഒരു കൊല്ലത്തിന് പൂർണ്ണമായ സുരക്ഷിതത്വം കിട്ടുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അതേപോലെയുള്ള പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാം മൗലിദിൻ്റെ പിന്നിൽ, മീലാദ് സമ്മേളനത്തിൻ്റെ പിന്നിൽ അത് വിജയിപ്പിച്ചാലൊക്കെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നാം അതൊന്നും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊരു കൊല്ലത്ത് ദാരിദ്ര്യം വീടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടോ നിയത്ത് വെച്ചിട്ടല്ല നാം ഈ സമ്മേളനം നടത്തുന്നത്. നമ്മളെ നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വരാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണോ റബ്ബിനറിയാം. നമ്മൾ വിചാരിച്ച കാര്യം, വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നവനാണ്, പരിധിയില്ലാതെ കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറ്റി നാം കൂടുതൽ തലവുഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈമാൻ കിട്ടി മരിക്കണം, ഈമാനോടുകൂടെ ജീവിക്കണം, ഈമാൻ സലാമത്തായിട്ട് മരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ സുഹബത്തിലായിക്കൊണ്ട് ദുനിയാവിൽ തന്നെ ജീവിക്കണം, ആ സുഹബത്തിലായിക്കൊണ്ട് മരിക്കണം. ആ സുഹബത്ത് ഖബറിൽ നമുക്ക് കിട്ടണം. നാളെ സുഖലോക സ്വർഗത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമുക്ക് കൂടണം. അതാണ് നമ്മുടെ ആവശ്യം. ഈ മഹത്തായ മാർഗത്തിലേക്ക് മഹാനായ ഖുത്ബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിലേക്ക്, അതുവഴി മഹത്തായ പ്രസ്ഥാനത്തിലേക്കൊക്കെ നാം ആകൃഷ്ടരായത് ദുനിയാവിൽ വെച്ച് തന്നെ നിരന്തരം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹത്തുക്കളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അക്കാലത്ത് സഹവസിച്ചതിൻ്റെ ഒരു മോഡൽ, അതിൻ്റെ മാതൃക ഇന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ അതിനുള്ള മാർഗമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മഹത്തായ മാർഗത്തിലേക്ക് നാം പ്രവേശിച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും എല്ലാ നിലക്കുള്ള കളങ്കങ്ങളുമില്ലാതെ സ്നേഹിക്കാൻ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ കൂടുവാനും സന്തോഷിക്കുവാനും അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സാന്നിധ്യം ദുനിയാവിൽ തന്നെ അനുഭവിക്കാൻ അർഹമുർ റഹീമീനായ റബ്ബ് മരണത്തിന് മുമ്പ് അവിടുത്തെ സ്വപ്നത്തിൽ കാണാനും യഖ്ളത്തിൽ കാണാനും എല്ലാം അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അതിനെ നമ്മൾ സജ്ജരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുക. നമ്മുടെ വിഷയം തിരുനബി പ്രപഞ്ചത്തിൻ്റെ പ്രകാശം എന്നതാണ്. നമുക്ക് ഈ നേരത്തെ പാരോ ചോദിച്ചു, മൗലിദ് കഴിഞ്ഞോ, ഇനിയിപ്പോൾ എന്താ കാട്ടുക, അശ്റക്ക് കഴിഞ്ഞോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വേവലാതിപ്പെട്ടു. ഇതൊക്കെ അശ്റക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ അശ്റക്ക് തന്നെ ഇപ്പം ബിനൂരി റസൂലുള്ളാഹി എന്താണ് അശ്റക്കത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വിദ്രിയിലൊക്കെ ഉണ്ടല്ലോ,
ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തി ദുനാ വമിൻ നൂരിഹി കുല്ലു യജീഉ വയദ്ഹബു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ടാണ്, ആ നൂറ് കൊണ്ടാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ആ പ്രകാശം, അതിനെപ്പറ്റിയുള്ള പ്രതിപാദനമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വെറും ഒരു അശ്റഖ മാത്രം ചൊല്ലിയിട്ട് തീരണമല്ല, അവസാനം വരെ അശ്റഖന്നെ ചൊല്ലേണ്ടത്. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തി ദുനാ വമിൻ നൂരിഹി കുല്ലു യജീഉ വയദ്ഹബു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശം കൊണ്ടാണ് ലോകം, പ്രപഞ്ചം പ്രകാശിക്കുന്നതെന്ന് അബൂബക്കർ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ ആ വിഷയമാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ആ യാഗവസ്തുക്കെ വിളിച്ച് നന്നായിട്ടൊന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോകാനുണ്ട്. അപ്പോൾ ആ വിഷയത്തെ പറ്റി നന്നായി സംസാരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം. ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ അത്ര കൂടുതൽ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെയും നമ്മുടെ ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട കൊടുവള്ളി പറഞ്ഞതുപോലെ ഷേഖുനാക്ക് സാധാരണ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഈ നൂറിനെ പറ്റിയുള്ള പ്രസംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പറ്റി പ്രസംഗിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി സംസാരിച്ച് പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നൂറിനെ പറ്റി പറഞ്ഞ് പൂർത്തിയാക്കാനും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്ത് ബർക്കത്തെടുക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകാശം വന്നിരിക്കുന്നു, പിന്നെ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥവും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രകാശം മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തൻ്റെ സിറുൽ അസ്റാറിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ പറയുന്ന പ്രകാശം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് മഹാനായ ഗൗസുൽ ആദം പറഞ്ഞിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഖാദിരിയക്കളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. തഫ്സീറിൻ്റെ കിതാബുകൾ കാണാം, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. കിതാബും വന്നിട്ടുണ്ട്, നൂറും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കിതാബ് ഖുർആനാണ്. അപ്പോൾ പിന്നെ നൂറ് ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നബി തങ്ങളെ പറ്റി നൂറ് എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതെന്ന് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതോ ചില ബുദ്ധിവൈകൃതങ്ങൾ എന്ന് പറയാം. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമായിട്ട് എന്ത് തോന്നിയാസം കാട്ടാം. അപ്പം എന്നമാതിരി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പിന്നെ വെളിച്ചം അല്ല, ഇങ്ങനെ ഈ ട്യൂബിലൈറ്റൊക്കെ കത്തുന്നമായി അങ്ങനത്തെ വെളിച്ചമൊന്നുമല്ല. അതൊക്കെ വെറുതെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടെന്ന് ഏത് പ്രസംഗം ഞാൻ കേട്ടു. അതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഹദീസിനൊന്നും അത്ര ഒരു പിന്നെ പ്രാമാണികത ഇല്ല എന്നൊക്കെ. അവലുമാ ഖലഖല്ലാഹു നൂരി എന്നൊക്കെ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ പ്രകാശമാണ് പടച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രകാശമായിട്ടൊന്നും അതിനെ അവതരിപ്പിക്കേണ്ട. പ്രകാശം എന്ന് പറഞ്ഞ വേറെ സാധനമാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ തല തിരിയുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നി. പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, നിർവചനം എന്താണ്? പ്രകാശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തിരിയാത്ത കാര്യങ്ങൾ തിരിയാനുതകുന്ന സംഗതി എന്തോ അതിനാണ് പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഭൗതികമായ പ്രകാശമുണ്ട്, അതല്ലാത്ത പ്രകാശങ്ങളുമുണ്ട്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രകാശം പരത്തിക്കൊണ്ട് പിന്നെ പോയ ആൾക്കാരെ പറ്റി, ചിലപ്പം മരിച്ചു പോയ ആൾക്കാരെ പറ്റി നമ്മൾ പറയും പ്രകാശം പരത്തിപ്പോയി. നല്ല പ്രകാശം അവിടെ പരത്തി ഇവിടെ ആകുന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവരൊരുപാട് പിന്നെ നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങൾ വഴി നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ പറ്റിയൊക്കെ പ്രകാശം പരത്തിപ്പോയി എന്ന് പറയും. അപ്പോൾ എന്നതുപോലെ തന്നെ പ്രകാശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇരുട്ടിൽ നിന്ന്, ആ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിലേക്ക് നയിക്കുക, ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലായ്മയിൽ നിന്ന്
വുജൂദിലേക്ക്, ഉണ്മയിലേക്ക് നയിക്കുക. ഇതൊക്കെ പ്രകാശങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ സൂറത്ത് നൂറിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 നൂറിനെ പറ്റി പറഞ്ഞു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞുകൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ, ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചവനാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ പറ്റി നൂറെന്ന് പറഞ്ഞാൽ അവിടെ ഈ പ്രപഞ്ചത്തിനെ പ്രകാശിപ്പിച്ചവനെന്നാണ് അർത്ഥം. അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ ഉണ്ടാക്കി നിർത്തുന്നർത്ഥം. എന്നിട്ട് മസലു നൂരിഹി എന്ന് വീണ്ടും പറയുന്നുണ്ട്. ആ പ്രകാശം എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങളുടെ പ്രകാശം. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്, പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മുഫസ്സിരീങ്ങൾ ഈ മഹത്തായ ആയത്തിൻ്റെ തഫ്സീറിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും വല്ല വാറോലകളിലോ മറ്റും പറയുന്ന സംഗതിയല്ല. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. അപ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന പ്രകാശം കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി സൂറത്തുൻ നൂറിൽ ആ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് വസിറാജൻ മുനീറ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി വസിറാജൻ മുനീറ. ഒരു സ്ഥലത്ത് നൂറ് എന്ന വെളിച്ചം എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ പരിചയപ്പെടുത്തിയത് മുനീർ എന്നാണ്, വെളിച്ചം പകർന്നു കൊടുക്കുന്ന ആള് എന്നാ. അപ്പോൾ ഏതിനാ വെളിച്ചം പകരുന്നത്? പ്രപഞ്ചത്തിന് വെളിച്ചം പകരുക. പ്രപഞ്ചത്തിന് വെളിച്ചം പകരുന്ന ആളായിട്ടാണ് അവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതിനെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ആളുകൾ അപ്പം മൗലിദ് ഓതാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഗതിയല്ല, ഖുർആൻ തന്നെ വ്യക്തമായി പറയും. അപ്പോൾ ആ വിഷയത്തെ പറ്റി നാം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ സിറാജും മുനീറായി ലോകത്തിനെ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു, നബി തങ്ങൾ പ്രപഞ്ചത്തിനെ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്ന സംഗതി അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് നമ്മൾ സാധാരണ കണ്ണുകളെ കൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. അത് മഹാന്മാരായ അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അവർ മനസ്സിലാക്കിയവരൊക്കെയും സമ്മതിച്ച കാര്യമാണ്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ആ പ്രസിദ്ധമായ സ്വലാത്ത്, ആ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വർണ്ണിച്ചത് റൂഹി ജസദിൽ കൗനൈൻ വഅയ്നി ഹയാത്തിദ് ദാറൈൻ എന്നാ പറഞ്ഞത്. റൂഹി ജസദിൽ കൗനൈൻ, ഈ രണ്ട് ലോകത്തിൻ്റെയും ഈ ജഡം ശരീരം അതിൻ്റെ ആത്മാവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തൻ്റെ പ്രസിദ്ധമായ സ്വലാത്ത് അല്ലാഹുമ്മ ജഅൽ അഫ്ളല സ്വലവാതിക അബദൻ വഅൻമാ ബറകാതിക സർമദൻ വഅസ്കാ തഹിയ്യാതിക ഫദലൻ വഅദദ അലാ അഷ്റഫിൽ ഖലായിഖിൽ ഇൻസാനിയ വമജ്മഇൽ ഹഖായിഖിൽ ഈമാനിയ അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നബി തങ്ങളെ പറ്റി പറയുന്നത് റൂഹി ജസദുൽ കൗനൈൻ. ഇതൊരു ആലങ്കാരിക പദമല്ല, ആലങ്കാരികമായ വാക്കല്ല. ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നാൽ പിന്നെ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണല്ലോ. കളവ് പറയാതെ സത്യം മാത്രം പറഞ്ഞതുകൊണ്ടല്ല സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത്. അങ്ങനത്തെ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നബി തങ്ങളെ പറ്റി പറഞ്ഞ റൂഹി ജസദിൽ കൗനൈൻ, ഈ രണ്ട് ലോകത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും രണ്ട് ലോകത്തിൻ്റെയും ആത്മാവാണ്, അതിൻ്റെ ചാലക ശക്തിയാണ്, ചൈതന്യമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുക്കളിലും, പ്രപഞ്ചത്തിൻ്റെ ഓരോ ചെറിയ യൂണിറ്റുകളിലും, ഓരോ തന്മാത്രകളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിൻ്റെ ചാലക ശക്തി എന്ന്
അതിനെ ചലിപ്പിക്കുന്ന നബിതങ്ങളെ കൊണ്ടാണെന്ന് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്സൽ അസീസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് റൂഹി ജസദുൽ കൗനൈൻ, രണ്ട് പ്രപഞ്ചത്തിൻ്റെ, രണ്ട് ലോകത്തിൻ്റെയും ആ ശരീരത്തിൻ്റെ പ്രപഞ്ചഗാത്രത്തിൻ്റെ ആത്മാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്. വൈനി ഹയാത്തിദ്ദാറൈൻ, ഈ രണ്ട് വീട്ടിൻ്റെയും രണ്ട് ലോകത്തിൻ്റെയും ആ ജീവിതം അത് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കിയ ആളുകളാണ്. ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾക്ക് എന്തും പറയാമെന്ന് പറഞ്ഞതുപോലെ പലരും പലതും പറയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട്, ഒരു റീത്തം എന്ന് പറയുമല്ലോ, ഒരു താളം. എന്നാൽ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ആ താളം എന്താണ്? ഈ പ്രപഞ്ചം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ശരിക്കും സെറ്റാക്കിയതാണ്. നബിതങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നബിതങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു? നബിതങ്ങളെ പടച്ചു. ഇനി നബിതങ്ങളെ അറിഞ്ഞെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടും. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും. അങ്ങനെ അറിയേണ്ട രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ട രൂപത്തിൽ, പരിചയപ്പെടേണ്ട രൂപത്തിലാണ് ഈ ലോകത്തിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അത് മനുഷ്യന്മാർക്ക് മാത്രമാണ് ചിലപ്പോൾ അറിയാത്തവരുണ്ടാകുക കുറയ്ക്കുക. മറ്റുള്ള ജന്തുക്കൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും അറിഞ്ഞിരുന്നല്ലോ. നബി തങ്ങളെ അറിയാത്തവരാരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാടി ഒളിക്കുന്ന സമയത്ത് ഞങ്ങൾ ജീവനില്ല എന്ന് പറയുന്ന മരങ്ങൾ അടുത്ത് വരുന്നു, സലാം പറയുന്നു, സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സംഭവങ്ങളാണ്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുക്കൾക്കും ശരിക്കും പരിചിതമാണെന്ന് മാത്രമല്ല, ലോകത്തിനെ ചലിപ്പിക്കുന്ന ചൈതന്യമാണെന്ന് അവർക്കൊക്കെയും മനസ്സിലാക്കിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ള വസ്തുക്കളും അതുപോലെ തന്നെ പക്ഷിപറവാദികളും മൃഗങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല പരിചയമാണ്. ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ താബിഈയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അന്ന് മിസ്റിൻ്റെ അധികാരിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു അന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഭാഗത്തുണ്ട്. ആ കൂട്ടത്തിൽ സഹായിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. മഹാനവറുകൾ പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഓർഡർ വന്നു. ആ ആഫ്രിക്ക, മിസ്ർ വെച്ച് ബാക്കിയുള്ള ആഫ്രിക്കൻ്റെ ഭാഗങ്ങളൊക്കെ അത് ഉഖ്ബ അത് അവിടെ ദഅവത്ത് നടത്തണം, ഭരണം നടത്തണമെന്ന് ഓർഡർ വന്നപ്പോൾ ആഫ്രിക്കൻ്റെ വടക്കേ ഭാഗം അത് ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിന് പകുത്തു കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു ആ പടനായകൻ താബിഈയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിലല്ല, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഉഖ്ബ റളിയല്ലാഹു അൻഹു. ആ ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി പാറിപ്പിച്ചതിന് ശേഷം അവിടുന്ന് തൻ്റെ സഖാക്കളോട് പറഞ്ഞു, നമ്മുടെ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കാൻ നമുക്കൊരു ആസ്ഥാനം വേണം, ഒരു തലസ്ഥാനം വേണം. അതുകൊണ്ട് തലസ്ഥാനമായിക്കൊണ്ട് പറ്റിയ നല്ലൊരു സ്ഥലം സംഘടിപ്പിക്കണം. അത് തന്ത്രപ്രധാനമായ സ്ഥലമായിരിക്കണം. അപ്പം അങ്ങനത്തെ സ്ഥലം അന്വേഷിച്ചപ്പോൾ അവസാനം കിട്ടിയത് ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ തുനീഷ്യയുടെ ഒരു ഭാഗത്താണ് ഖൈറുവാൻ. അപ്പോൾ ഒരു ഭാഗത്ത് കടലാണ്, ശത്രുക്കളെ പ്രതിരോധിക്കാനൊക്കെ സൗകര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലം അത് നമ്മുടെ ഈ ആഫ്രിക്കൻ്റെ തലസ്ഥാനമാവട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടേക്ക് ആള് വിട്ടു. അവിടെ ശരിയാക്കാൻ വേണ്ടി ചെറിയ ഒരു നഗരം കെട്ടിപ്പടുക്കാൻ വേണ്ടി
ഒരു നാഗരികത ഉണ്ടാക്കാൻ വേണ്ടി, തലസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സൈന്യത്തിന് അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ഈ സൈന്യങ്ങളൊക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആകെ വലിയ കാടാണ്. മാത്രമല്ല അവിടെ ഹിംസ്ര ജീവികളാണ്. അവിടെ സിംഹം, അതുപോലെ തന്നെ പുലി, നരി പോലെ സാധനങ്ങളൊക്കെയാണ് ആകുന്നത്. പാമ്പുകളുടെ കേളീരംഗമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇത് അവിടെ തലസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പോയ ആ സൈന്യത്തിൽപ്പെട്ട കമാൻഡർമാർ അവർ വന്ന് പറഞ്ഞു, മഹാനവറുകളെ അവിടുത്തെ ആ ഖൈറുവാനിൽ പോയി നോക്കുമ്പോൾ നമുക്ക് അവിടെ വാസയോഗ്യമല്ല, അവിടെ താമസിക്കാൻ സൗകര്യമില്ല. കാരണം ആകെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ മുഴുവനും സിംഹം, അതുപോലെ തന്നെ ക്ഷുദ്രജീവികളൊക്കെ പാർക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പാമ്പുകൾ കണ്ടമാനുണ്ട്. അവിടെ നമുക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു നമുക്ക് നോക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങനെ പോയി ഈ ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാടാണല്ലോ ആകെ. അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു, ഒരൊറ്റ പ്രഖ്യാപനം, നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നാ നാസിലൂൻ. അതുകൊണ്ട് ഫർതഹിലു, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊന്നു കളയുമെന്ന് പറയും. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഹാബാക്കൾ അന്ന് ആ സംഘത്തിൽ 18 പേരാണ് ആകുള്ളത്. ആ സൈന്യത്തിൽ 18 സഹാബികളാണുള്ളത്. ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു സഹാബിയല്ല, താബിയാണ്. അങ്ങനെയുള്ള ഉഖ്ബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നഹ്നു അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈ സഹാബാക്കളെ കൊണ്ട് പവറെടുക്കുക. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സഹാബാക്കളാ. ഫഇന്നാ നാസിലൂൻ, ഞങ്ങളോട് ഇറങ്ങി താമസിക്കാൻ പോകണം. ഫർതഹിലു ഫമൻ വജദ്നാഹു ബഅദു ഖതൽനാഹു. ഇപ്പം നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ പിന്നെ ആരെങ്കിലും ഇവിടെ കണ്ടാൽ ഞങ്ങൾ നമ്മളെ കൊല്ലും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത് പറഞ്ഞ് കുറച്ച് സമയം ഒഴിവാകാൻ സമയം കൊടുക്കണല്ലോ, അങ്ങനെയല്ലല്ലോ. ഇത് പറഞ്ഞതിന് ശേഷം അതിങ്ങനെ ഒരേ ഏക്കർ സ്ഥലമൊന്നുമല്ല, ഒരു വലിയ രാജ്യമാണിത്. അവിടുന്ന് ഈ പ്രഖ്യാപനം കഴിഞ്ഞ പാട് തന്നെ സിംഹങ്ങളും അതുപോലെ തന്നെ ചെന്നായും മറ്റുള്ള ഓരോ ജീവികളും അവയുടെ കുട്ടികളുമായിക്കൊണ്ട് അവർ നാട് വിട്ടുപോയി എന്നാണ്. പാമ്പുകളൊക്കെ നാട് വിട്ടുപോയി, മുഴുവൻ അവിടെ കാലിയായിപ്പോയി. അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് മഹാനായ ഉഖ്ബ റളിയല്ലാഹു അൻഹു അവിടെ ഇന്നും തന്നെ ഖൈറുവാൻ എന്ന് പറയുന്നത് തുനീഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ്. അവിടെ മസ്ജിദ് ഉഖ്ബത്ത് ബിൻ നാഫി എന്ന് പറഞ്ഞ ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഏറ്റവും മഹത്തായ പള്ളിയും അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് മഹാനായ ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ആ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ലോകത്ത് തുല്യതയില്ലാത്ത പ്രഖ്യാപനങ്ങളാണ്. കാരണം ആരോടാ പറയണത്? ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സഹാബാക്കളാണ്, അതുകൊണ്ട് ഞങ്ങളോട് ഇറങ്ങാൻ പോകാൻ പോയിക്കൂടി എന്ന് പറഞ്ഞാൽ പോലും പോയോട്. അപ്പം നമ്മൾക്ക് എങ്ങനെ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബാക്കളെന്ന് പറഞ്ഞാൽ പോലെ എങ്ങനെ പോകണം? ഇത് തിരിഞ്ഞു കൊണ്ടാണ് പോയത്. അങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സംഭവങ്ങൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും ഇപ്പം ഞാനൊന്നും കൂടുതലായിട്ട് പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഈ പ്രപഞ്ചത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ താളമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ താളത്തിനനുസരിച്ച് താളം തെറ്റിയ ജീവിതം പറയുന്നത്, താളം തെറ്റിയ ജീവിതം നമുക്കൊക്കെ അറിയാം. എന്താ താളം തെറ്റിയ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ അവന് രക്ഷയില്ല. അപ്പോൾ താളത്തിനൊത്ത് ജീവിക്കണം. എങ്ങനെ താളത്തിനൊത്ത് ജീവിക്കണം? മഹാനായ അബുൽ ബസർ ആദം നബി അലൈഹി ഇസ്ലാം അവിടുന്ന് വഫാത്താവുന്നതിന് മുമ്പ് തൻ്റെ മകൻ ശീസ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ അന്ത ഖലീഫത്തി മിൻ ബഅദി ഫഖുദാ ബിഇമാറത്തി തഖ്വ. അല്ലയോ മോനെ, ശീസ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറയാം, മോനെ നീയാണ് എനിക്ക് ശേഷം ഇവിടെ ദീൻ നടത്തേണ്ട ഖലീഫ, നീയാണ്, നിനക്കാണ് ഖിലാഫത്ത്. അതുകൊണ്ട് നല്ല തഖ്വയോടുകൂടെ ഖിലാഫത്തിനെ നീ മുറുകെ പിടിക്കണം
എന്ന് ആദം നബി അലൈഹി ഇസ്ലാം മകനോട് പറഞ്ഞുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ മഹാനായ ആദം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകൻ ശീസ് അലൈഹി ഇസ്ലാമിനോട് പറയുന്ന ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ പറയുന്നു, ഫഇദാ ദക്കർതല്ലാഹ ഫദ്കുർ ബിജംബിഹി ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോഴൊക്കെയും നീ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ഒപ്പം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്ർ എപ്പോഴും നിൻ്റെ അടുത്ത് പാടും എന്ന് മകൻ ശീസ് നബി ഇസ്ലാമിനോട് ഉപദേശിക്കുക. എന്നിട്ട് അതിന് കാരണം പറഞ്ഞു, എനിക്ക് എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു, എനിക്ക് ജീവൻ തന്നു. അങ്ങനെ റൂഹ് തന്നതിന് ശേഷം ഞാൻ കണ്ണു തുറന്നപ്പോൾ അർശിൻ്റെ തൂണിൽ ഞാൻ കണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. അതുപോലെ തന്നെ ഞാൻ ആകാശലോകത്ത് മുഴുവൻ എനിക്ക് സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലം പോലും ഈ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഈ പേരിൽ ഉല്ലേഖനം ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളില്ല. അതുപോലെ തന്നെ സ്വർഗത്തിലുള്ള മരങ്ങൾ, ആ മരങ്ങളുടെ ചില്ലകളിൽ, അതുപോലെ തന്നെ ഹോർലിങ്ങളുടെ നെഞ്ഞുകളിൽ എല്ലാം ഈ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദിക്റാണുള്ളത്. അതുമാത്രമല്ല, ഫാക്സിർ ദിക്റഹു, അതുകൊണ്ട് നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്റിനെ നീ പെരുപ്പിക്കണം. കാരണം ഫൈനൽ മലായികത്തെ തദ്കുറുഹു ഫി കുല്ലി സഅതിഹാ, മലക്കുകൾ അവരുടെ മുഴുവൻ സമയങ്ങളിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ സദാസമയത്തും നീ ആ ദിക്റിലാവണം എന്ന് മകനോട് ഉപദേശിച്ചതായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ താളമാണ്, താളത്തിനകത്ത് ജീവിക്കണമെന്നാണ് മഹാനായ ആദം നബി ഇസ്ലാം തൻ്റെ മകൻ ശീസ് നബി ഇസ്ലാമിനോട് ഉപദേശിച്ചത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ആ നൂറിലേക്ക് അടുക്കാനും നാം ശ്രമിക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നൂറ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ നൂറ് തന്നെയാണ് ഖിയാമത്ത് നാൾ വരെയും അവിടുത്തെ അവകാശികളാവുന്ന, പ്രതിനിധികളാവുന്ന ആളുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ നൂറ് കൊണ്ട് തന്നെയാണ് ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നതെന്ന കാര്യം നാം മനസ്സിലാക്കും. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നൂറെന്ന് പറഞ്ഞാൽ ആ നൂറിലേക്ക് അടുക്കുന്ന മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ പറ്റിയും എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അസ്സാബിക നജൂം ഫബിഹിം ഇഖ്തദൈതും ഇഖ്തദൈതു. എൻ്റെ സ്വഹാബാക്കൾ അവരൊക്കെ നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ പറ്റി സാധാരണ സയൻസ് പറയുന്നത് കത്തിച്ചൊലിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ സഹാബാക്കളൊക്കെ ഒരു തീക്കുണ്ടാരമായിരുന്നു എന്നാ മനസ്സിലാക്കുന്ന തീകോളങ്ങളാണ്. അവരത്തുകാർക്കും ചെല്ലാൻ പറ്റാത്ത, ചെന്നാൽ കരിഞ്ഞു പോകും, തീക്കട്ടയാണ് കരിഞ്ഞു പോകുന്നത്, അങ്ങനത്തെ സാധനങ്ങളല്ല. അപ്പം അവരൊക്കെ ആ നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ, അവർ പ്രകാശങ്ങളാണെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൂർണ്ണമായിട്ടും പിൻപറ്റിക്കൊണ്ട് നബിതങ്ങൾ അവിടുത്തെ വാക്ക് പ്രവൃത്തി അവസ്ഥകളിലൊക്കെ പിൻപറ്റുമ്പോൾ അവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ വഴി നടത്തിയതിൻ്റെ ഒരു പിന്തുടർച്ചാവകാശം അവർക്ക് കിട്ടുന്നു. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിത വിശുദ്ധി വഴി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അവർക്കുള്ള ഇത്തിബാഅ് കൊണ്ടാണ് അവരൊക്കെയും എന്തായത് ഈ പ്രകാശങ്ങളായി മാറിയത്. ആ നിലക്കുള്ള പ്രകാശങ്ങളാണ് മഹാന്മാരായ മശായിഖന്മാരും മഹാന്മാരായ ഔലിയാക്കളും ഒക്കെ. ആ നിലക്ക് മഹാന്മാരായ ഔലിയാക്കളിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരഗാമികളായിട്ടുള്ള മഹത്തായ ദൗത്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ മശായിഖന്മാർ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഹാനായ ഖുത്ബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളിലേക്ക് നാം ചെല്ലുന്നതോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് നമുക്ക് അടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. നാം ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അനുഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട്
കൂടുതൽ നന്ദി നിർഭരമായ ഹൃദയത്തോടുകൂടെ ജീവിക്കുക, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ, മറ്റുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കാനും നാം ഈ അവസരം പ്രതിജ്ഞെടുക്കാൻ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ്, നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു തമ്പുരാനെ, അർഹമുർ റഹീമീനായ റബ്ബ്, ഞങ്ങൾ നീ വിജയികളാക്കണേ തമ്പുരാനെ, ഭാഗ്യവാന്മാരാക്കണേ തമ്പുരാനെ. ജീവിതത്തിലുടനീളം അർഹമുർ റഹീമീനായ റബ്ബ്, നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്ത് നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബ്, നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ലേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്കും നീ നൽകല്ലേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടിയതിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. അഭിമാനിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. അഭിമാനിക്കുന്ന ശിഷ്യന്മാരെ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. അഭിമാനിക്കുന്ന പണ്ഡിതന്മാരെ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഓരോ ശ്വാസത്തിലും ഓരോ ഹറക്കാത്ത് സകനാത്തിലും അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാൻ അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ നീ പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, കാലഘട്ടം വളരെ മോശമാണ് തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ആളുകളുടെ ഈമാൻ തെറ്റിക്കുന്ന എല്ലാ നിരക്കുള്ള ചതികളും വഞ്ചനകളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും 4 ഭാഗം നടക്കുന്ന ഈ സമയത്ത് അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ നീ രക്ഷിക്കണം തമ്പുരാനെ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. നേരായ വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ജീവിതം നീ വൃഥാവിലാക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് വിജയിച്ച നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അർഹമുർ റഹീമീനായ റബ്ബേ, അവരെ കൂട്ടത്തിൽപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകലെന്ന് സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുണ്ട് തമ്പുരാനെ. ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ കൊടുത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ആവശ്യമായ വിവരം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. നേരായ വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തമ്പുരാനെ. നല്ലതും വടക്കും ഞങ്ങൾക്ക് നീ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന തമ്പുരാൻ. നല്ലതിന് പിൻപറ്റാൻ തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. ഹക്കിൻ്റെ അഹലുകാരാക്കി മാറ്റണം തമ്പുരാനെ. ഹക്ക് കൊണ്ട് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തി തരണം തമ്പുരാനെ. ഹക്കിനെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. അർഹമുർ റഹീമീനായ പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ ഭാഗ്യപൂർണമായ മരണം, അന്തസ്സുള്ള മരണം അർഹമുർ റഹീമീനായ റബ്ബേ, നിൻ്റെ ഹബീബിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. മഹാനായ ഖുതുബുസ്സമാൻ മഹാനവർക്കുള്ള എല്ലാ നിലക്കളും ദറജകളും നീ നൽകണേ തമ്പുരാനെ. അവിടുത്തെ യഥാർത്ഥ മുരീദന്മാരിൽ ഞങ്ങൾ നീ കൊടുത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞാൻ അനുഗ്രഹിച്ച മഹാന്മാരെ കൂട്ടത്തിൽ അവരെ നീ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ സഹായിച്ചവരെ സഹായിക്കണേ തമ്പുരാനെ. സ്നേഹിച്ചവരെ സ്നേഹിക്കണേ തമ്പുരാനെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.